നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2025 മാർച്ച് മുതൽ ആധാറിൽ ചെയ്യേണ്ട നിർബന്ധ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ചിലപ്പോൾ അതിന് ഫൈനുകളും മറ്റും അടയ്ക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കാര്യമായിട്ടൊരു രേഖയും കൊടുക്കാതെയായിരുന്നു ആധാർ കാർഡ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേരിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു, അഡ്രസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും തെറ്റുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട തെറ്റായിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മളന്ന് കൊടുത്ത ഒട്ടുമിക്ക ആളുകളും കൊടുത്ത രേഖ വോട്ടർ ID കാർഡായിരുന്നു. പക്ഷേ വോട്ടർ ID കാർഡിൽ നമ്മുടെ ഒരിക്കലും വയസ്സ് എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല, ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തിയിരുന്നില്ല. നമ്മുടെ ഏകദേശം വയസ്സ് മാത്രമാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 91-ൽ 63 വയസ്സ്, അങ്ങനെയുള്ള കണക്ക് മാത്രമാണ് അതിൽ കൊടുത്തിരുന്നത്. കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ കൊടുത്തിരുന്നില്ല. പിന്നീട് കാലങ്ങൾക്കിപ്പുറം എന്ത് ഗവൺമെൻറ് സേവനങ്ങൾക്കും ഗവൺമെൻറ് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ചെറിയ തെറ്റുകൾ മുതൽ വലിയ തെറ്റുകൾ വരെ ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അതിന് സർക്കാർ കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു ആധാർ കാർഡ് അപ്ഡേഷൻ. നമ്മുടെ രേഖ കൊടുത്ത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഇതുവരെയും സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അക്ഷയയിൽ കൊടുക്കുന്ന സർവീസ് ചാർജ് മാത്രമാണ് അതിന് ഫീസായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മാസം അവസാനത്തോട് കൂടി തന്നെ ഇനി അതിന് ചിലപ്പോൾ നമ്മൾ വലിയ ഫൈനുകളും മറ്റും അടയ്ക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ നമുക്കൊരു സമയം സർക്കാർ തന്നിരുന്നു. 2-3 വർഷത്തോളം അതിന് സമയം തന്നതിന് ശേഷം ഇപ്പോൾ അതിന് 1000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലെ തെറ്റുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്താൽ പിന്നീട് നമുക്കൊരു ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. പല ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള അപേക്ഷ കൂടി കൊടുക്കാറില്ല, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കാറില്ല, അതുമല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ഇത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി കറക്റ്റായിട്ട് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ 5 വയസ്സിന് ശേഷം ഒന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ 15 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈയുടെ അപ്ഡേഷൻ നിർബന്ധമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.